ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വെക്കുന്നത് തേങ്ങ വറുത്തരച്ച ചോന്ന കറിയാണ് കേട്ടോ. അപ്പോൾ അതിനായി ഞാൻ 1/2 കിലോ മീൻ എടുത്ത് നല്ല മുറിച്ച് കഴുകി ഒന്ന് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ മസാലയ്ക്ക് ആവശ്യമായ സാധനങ്ങളൊന്ന് നോക്കാം. അപ്പോൾ മസാലക്കായി ഞാൻ എടുത്തത് അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്, 1/4 ടീസ്പൂൺ ജീരകം, പിന്നെ ഒരു നുള്ള് ഉലുവ, പിന്നെ ഒരു 6-7 അല്ലി വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട്. അപ്പോൾ പൊടികളൊക്കെ നമുക്ക് ഇടുന്ന വഴിക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ തേങ്ങയെല്ലാം വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രം ഒന്ന് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അത് ചൂടായതിന് ശേഷം നമ്മൾക്കൊന്ന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പാത്രം ഇതാ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായ ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ നന്നായി ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് എടുത്തു വെച്ച എല്ലാ വെളുത്തുള്ളി, ഉലുവ, ജീരകം, തേങ്ങ ഇതെല്ലാം നമ്മൾക്ക് ഒരുമിച്ച് തന്നെ ഈ പാത്രത്തിൽ ചൂടായ വെളിച്ചെണ്ണയിലോട്ട് ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെളുത്തുള്ളി, തേങ്ങ, ഉലുവ എല്ലാം, ജീരകം ഇതെല്ലാം നമ്മൾ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇനി നമ്മൾക്കിത് നന്നായി ഒന്ന് ബ്രൗൺ നിറം ആവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. തേങ്ങ ചെറിയ തീയിലിട്ടിട്ടാണ് ഞാൻ ഇത് ബ്രൗൺ നിറം ആക്കി എടുക്കുന്നത് കേട്ടോ. കൂടിയ തീയിൽ ഇടാൻ പാടില്ല, പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ തേങ്ങ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അതിലേക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ തേങ്ങ മൂത്ത് വന്നതിന് ശേഷം അതിൻ്റെ ഫ്ലെയിമെല്ലാം ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അതിലേക്ക് പൊടികൾ ചേർക്കാം. അപ്പോൾ ഏറ്റവും ആദ്യം ഞാൻ അതിൽ ചേർക്കുന്നത് ചുവന്ന മുളക് പൊടിയാണ്. അത് 2 ടേബിൾ സ്പൂൺ ചുവന്ന മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ചേർക്കുന്നതാണ് മല്ലിപ്പൊടി. അതിൽ ഒരു വലിയ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് എരിവില്ല മുളക് പൊടി എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നല്ല എരിവില്ല മുളക് പൊടി ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഞാൻ ചേർക്കുന്നതാണ് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. അപ്പോൾ അതുകൂടെ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം നന്നായി ഒന്ന് നമുക്ക് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ ഇതിൻ്റെ ആ ഒരു റോസ് സ്മെല്ലെല്ലാം ഉണ്ടല്ലോ, അപ്പോൾ അതൊന്ന് നമുക്ക് ഒന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു പാത്രം തന്നെ നന്നായി ചൂട് നിൽക്കുന്ന ഒരു പാത്രമാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ ഇനി രണ്ടാമത് ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിൽ തന്നെ അതിൻ്റെ ആ പൊടിയൊക്കെ ഒന്ന് മൂത്ത് വന്നോളൂ. അപ്പോൾ ഒരു കാര്യം കൂടെ ചേർക്കാനായി വിട്ടു പോയിട്ടുണ്ട്. കാര്യമായ ഒരു സാധനം ചേർത്തില്ല കേട്ടോ, മഞ്ഞൾപ്പൊടി. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിന് കുറച്ച് നേരം ചൂടാറാൻ വെച്ചിട്ട് അതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ തേങ്ങ വറുത്തതെല്ലാം നന്നായി ചൂടാറിയതിന് ശേഷം ഞാൻ ഒരു മിക്സിൻ്റെ ജാറിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അതിൻ്റെ കൂടെ തന്നെ നമ്മൾക്ക് പുളിയും ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ട് ചൂടുവെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് വേണം നമ്മൾ ഈ അരപ്പിൻ്റെ കൂടെ ഒന്ന് അരച്ചെടുക്കാൻ കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ച മീനിൻ്റെ കഷ്ണങ്ങളെല്ലാം ഞാൻ വെക്കാൻ ആവശ്യമായ ചട്ടിയിലേക്ക് ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ചേർക്കേണ്ടതാണ് 2 ചെറിയ തക്കാളി നീളത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്, 2 പച്ചമുളക്, പിന്നെ ഒരു ചെറിയ കഷ്ണം സവാളയും ഞാൻ ഇതിൽ ചേർക്കുന്നില്ല കേട്ടോ. കാരണം ഈ കുറച്ച് സവാള ഇട്ടാൽ കുറച്ചുകൂടി മധുരം ഉണ്ടാവും കറിക്ക്. അതിൻ്റെ പേരിലാണ് ഒന്ന് ചെറിയതായിട്ട് എടുത്തത്. അപ്പോൾ ഇതെല്ലാം നമ്മൾക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങ അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. തേങ്ങ അരപ്പെല്ലാം ഞാൻ നന്നായിട്ട് നല്ല മഷി മാതിരി അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മിക്സിൻ്റെ ചാറ് നന്നായിട്ട് കഴുകിയിട്ട് ആ വെള്ളം കൂടെ നമുക്ക് അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മസാലയൊക്കെ ചേർത്ത് കഴിഞ്ഞതിന് ശേഷം പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾക്ക് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം.
അപ്പോൾ ഞാൻ ഏറ്റവും ആദ്യം എപ്പോഴും പറയുന്നത് പോലെ കുറച്ച് ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് ആവശ്യം വന്നാൽ പിന്നീട് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏറ്റവും ആദ്യം ഈ കറി നന്നായി ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം കുറഞ്ഞ തീയിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതാ മസാലയൊക്കെ ചേർത്തതിന് ശേഷം കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിയിലൊന്ന് ഉപ്പ് ഒന്ന് ചെക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഉപ്പൊക്കെ പാകത്തിനുണ്ട്, പുളിയും പാകത്തിനുണ്ട്. ഇനി നമ്മൾക്കിത് കുറഞ്ഞ ഫ്ലെയിമിലോട്ട് ഇട്ടിട്ട് ഈ കറി ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതാ ചോന്നമീൻ കറി നോക്കിയ ചാറൊക്കെ നന്നായിട്ട് കുറുകിയിട്ടുണ്ട്, കഷ്ണങ്ങളൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, കഷ്ണങ്ങളൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾക്ക് അതിലേക്ക് ഒരു സവാളയുടെ ചെറിയ കഷ്ണം ഒന്ന് വറവിട്ട് കൊടുക്കാം. അപ്പോൾ ചെറിയ ഉള്ളി ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, അത് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിതൊന്ന് വറവിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ഉള്ളി വറവിട്ട് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അങ്ങനെ ഇതാ നമ്മുടെ വറുത്തരച്ച മീൻകറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ ഇതാ ഈ ഒരു കറി ഇതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.